നമ്മൾ സംസാരിച്ചവരെല്ലാം പറഞ്ഞത് ഈ നവീന ആശയത്തെ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മളിവിടെ പങ്കെടുക്കുന്നത് വ്യക്തിപരമായ സങ്കടങ്ങൾ പറയാൻ മാത്രമല്ല, ഈ മേഖലയിൽ അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ കൂടിയാണ്. അവസരം കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും പറയുക? ഇത് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മുഖാമുഖം എന്തുകൊണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന 14 ജില്ലയിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവരെ വിളിച്ചു വരുത്തി നേരിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവരുടെ സങ്കടങ്ങൾ കേൾക്കുക എന്നുള്ളത് തന്നെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് എന്നാണ് എൻ്റെ ഒരു പ്രവർത്തന മേഖലയിൽ തോന്നുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഇവിടെ വന്നത് വ്യക്തിപരമായ ഒരു പ്രശ്നം തീർക്കാനല്ല, ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എന്നാലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി ഒട്ടനവധി സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും ചില ഇതുപോലെ ഭിന്നശേഷിയുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ കുറച്ചും കൂടി കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു മുഖാമുഖത്തിലൂടെ നടത്തുന്നത് എന്നുള്ളതിലാണ് ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് ഏറെ സന്തോഷകരമായ ഒരു കാര്യം. ഇപ്പോൾ ഭിന്നശേഷിയുള്ളവർ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒന്നാമത് നമുക്ക് നമ്മുടെ സംസ്ഥാനം പൂർണ്ണമായി ഭിന്നശേഷി സൗഹൃദമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും പൂർണ്ണമായി അത് എവിടെയും ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പയ്യെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായി പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷിയുള്ളവർക്ക് വീൽചെയറുമായി ആരുടെ സഹായമില്ലായും സഞ്ചരിക്കാൻ കഴിയാവുന്ന ഒരിടമാക്കി അത് സമയബന്ധിതമായി തീർക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ ഒരു മെല്ലെപ്പോക്ക് ഒഴിവാക്കി അത് പെട്ടെന്ന് തീർക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാൻ, ഈ ഒരു മുഖാമുഖത്ത് പറയാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ നന്ദിയും കടപ്പാടും സാറിനെ അറിയിക്കുകയാണ്.